വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ലബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ഗോലാൻ കുന്നുകളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ലബനന്റെ ബോർഡറിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലേക്കായി ഷക്ര എന്ന പ്രദേശത്താണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഡ്രോൺ ആക്രമണത്തിൽ ഒരു പിഞ്ചു കുഞ്ഞും കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലബനനിലെ ഏക ഇന്റർനാഷണൽ വ്യോമതാവളം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയോ വിമാനങ്ങൾ സർവീസുകൾ റദ്ദു ചെയ്യുകയോ ചെയ്തു. ഇസ്രായേൽ ഗവൺമെന്റ് സുരക്ഷാ ക്യാബിനറ്റ് കൂടിയതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും പ്രതിരോധ മന്ത്രിയെയും ഗോലാൻ കുന്നുകളിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിനെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്നതിന് തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തി. 12 പേരുടെ മരണത്തിനിടയാക്കിയ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഹിസ്ബുള്ളയും ഇസ്രായേലും നിരന്തരം ബോർഡർ ഫയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്രയും വലിയ രൂക്ഷമായ സംഘട്ടത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളൊന്നും തന്നെ ലബനനിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ബാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ ആക്രമണത്തോടെ സംഘർഷം പരിധിക്ക് പുറത്തേക്ക് വ്യാപിക്കുന്നതായി ലബനീസ് ഭരണകൂടം മനസ്സിലാക്കിയതായിരിക്കാം എയർപോർട്ടുകളുടെ പ്രവർത്തനത്തിനെ സാരമായി ബാധിച്ചത്. നിരവധി അന്താരാഷ്ട്ര സർവീസുകൾ നിർത്തിവെക്കുകയും രാത്രിയിലുള്ള സർവീസുകൾ പുലർച്ചയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇസ്രായേലി മീഡിയകൾ പറയുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടി തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ്. ഇസ്രായേലി ഡ്രോണുകൾ നിരവധി തവണ ലബനന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുകളിൽ വലയം വെച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതിനാലായിരിക്കാം അന്താരാഷ്ട്ര എയർപോർട്ടിന്റെ പ്രവർത്തനത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചത്. ഇനി മേഖലയിൽ ഇസ്രായേൽ ഏത് വിധത്തിലുള്ള ദുരന്തമായിരിക്കും വിതയ്ക്കുക എന്ന ആശങ്കയാണ് ഇപ്പോൾ മേഖലയിൽ ചുഴന്നു നിൽക്കുന്നത്. അതിനിടയിലും ഇസ്രായേലിന്റെ രക്തരൂക്ഷിതമായ യുദ്ധമുഖത്തിന് ഗസയിൽ യാതൊരു മാറ്റവുമില്ല. ഖാൻ യൂനിസിൽ മാത്രം ഇന്നലെ കൊല്ലപ്പെട്ടത് 60-ലധികം ഫലസ്തീനികളാണ്. ഇസ്രായേൽ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച അൽ മവാസിയിലെ ഒരു വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 10 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇതാണ് ഇസ്രായേലിന്റെ സുരക്ഷിത മേഖലയുടെ വിശ്വാസ്യത ഫലസ്തീനികൾ ചോദ്യം ചെയ്യുന്നത്. അൽ മവാസിയിൽ തന്നെ ഫലസ്തീനികളുടെ മറ്റൊരു അഭയാർത്ഥി കൂടാരത്തിൽ നടത്തിയ ബോംബാക്രമണത്തിൽ 5 ഫലസ്തീനികളും കൊല്ലപ്പെട്ടു. അതിനിടെ ദേർ അൽ ബലയിലെ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ഫലസ്തീനികളുടെ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഇസ്രായേൽ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള UN സംഘടനയുടെ തലവൻ ഫിലിപ്പ് ലാസറിൻ പറയുന്നത് അൽ മവാസിയിലെ അല്ലെങ്കിൽ ഗസയിലെ 86% ജനങ്ങളും ഫലസ്തീനികളും ഇസ്രായേലിന്റെ ഇവാക്വേഷൻ ഓർഡറിന് വിധേയരായവരാണ് എന്നാണ്. എല്ലാ ഫലസ്തീനികളും നിരവധി തവണയാണ് കുടിയിറക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ 8ഉം 10ഉം തവണ കുടിയിറക്കപ്പെട്ടവരാണ് ഫലസ്തീനികൾ അധികവും. സ്വന്തം രാജ്യത്താണ് ആട്ടിയോടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായ സംഭവം. ഫലസ്തീനികൾ പറയുന്നത് 1948 നക്ബയുടെ സമയത്ത് ഒരൊറ്റ തവണയായിരുന്നു ആട്ടിയോടിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഫലസ്തീനികളെ 8ഉം 10ഉം തവണയാണ് സ്വന്തം നാട്ടിൽ നിന്നും ആട്ടിയോടിക്കപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ദൈവം സാക്ഷിയായി അവർ പറയുന്നു, ഇനി ഞങ്ങൾ എങ്ങോട്ടും ഓടിപ്പോകുകയില്ല, മരണമാണ് ഞങ്ങൾക്ക് നല്ലതെന്ന്. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരം കാണണമെന്നാണ്. മടുത്തു, ഈ ജീവിതം മടുത്തു, ഇനിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരം കാണുമെന്നാണ്. അവർ ഞങ്ങളുടെ വീടുകൾ നശിപ്പിച്ചു, ഞങ്ങളുടെ മക്കൾ കൊന്നു, അവർ ഞങ്ങളുടെ ഭാര്യമാരെ ഇല്ലാതാക്കി, ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെ ഇല്ലാതാക്കി, കൊല്ലപ്പെടുന്നത് കൂടാതെ അവരെ ആട്ടിപ്പായിച്ചു ഞങ്ങളിൽ നിന്നും. മടുത്തു, ഞങ്ങൾക്ക് ജീവിതം തന്നെ മടുത്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഫലസ്തീൻ ഗസ സംഘർഷത്തിന് തീവ്രത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്നോണം തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഗസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കൊലക്ക് ഇസ്രായേലിന്റെ വംശത്തേക്ക് അറുതി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ വേണ്ടി വന്നാൽ ഇസ്രായേലിലേക്ക് കടന്നു കയറാനും മടിക്കുകയില്ല എന്നാണ് റജബ് തൊയ്യിബ് ഉർദുഗാൻ
ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഗസ ഇസ്രായേൽ യുദ്ധത്തിന് ആദ്യമായാണ് തുർക്കിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടാകുന്നത്. ഇത്തരമൊരു വാദമുഖവുമായി റജബ് തയ്യിബ് ഉർദുഗാൻ മുന്നോട്ട് വരുന്നത്. തുർക്കി മേഖലയിലെ ഏറ്റവും വലിയൊരു സൈനിക ശക്തി കൂടിയാണ്. നാറ്റോ അംഗരാജ്യമായ തുർക്കിയുടെ ഈ രൂപമാറ്റം മേഖലയിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് കാരണമാകുക എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അതേസമയം ഉർദുഗാന്റെ താക്കീതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, തുർക്കി അല്ലെങ്കിൽ റജബ് തയ്യിബ് ഉർദുഗാൻ ഇറാഖിന്റെയും സദ്ദാം ഹുസൈന്റെയും ചരിത്രം ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ്. സദ്ദാം ഹുസൈന്റെ ഗതിയും വിധിയും മറക്കരുത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത്. നമുക്കറിയാം, ഇറാഖിനെ ഇല്ലാതാക്കാൻ അമേരിക്കയെ രംഗത്തിറക്കിയതും അതുവഴി അമേരിക്കയെ കൊണ്ട് സദ്ദാം ഹുസൈന്റെ ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുപ്പിച്ചതും ഇസ്രായേലായിരുന്നു. അതിനുവേണ്ടി ഇസ്രായേൽ കണ്ടെത്തിയതായിരുന്നു ഇറാഖിലെ രാസായുധങ്ങളുടെ കൂട്ട്, രാസായുധങ്ങളുടെ കലവറ. മാത്രമല്ല, അന്നും ഇന്നും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വെടിമരുന്നശാല അമേരിക്ക തന്നെയായിരുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ കളിപ്പാവ അമേരിക്കൻ ഭരണാധികാരികളുമായിരുന്നു. ആ ബലത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ മൂർച്ച കൂടിയ വാക്കുകൾ പ്രയോഗിക്കുന്നത്.